ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൽ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫോർവേഡ്സ് ആൻഡ് ഫ്യൂച്ചേഴ്സ്. അതിൽ ഫോർവേഡ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ ഫ്യൂച്ചേഴ്സിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫോർവേഡ്സ് എന്ന് പറയുന്നതും ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നതും ഏകദേശം സിമിലർ ടൈപ്പിലുള്ള കോൺട്രാക്റ്റ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഫോർവേഡ്സ് എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്. അതേസമയത്ത് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്. ഫെമിലിയർ ആയിട്ടുള്ള ആളുകളായിരിക്കും ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിൽ ഫെമിലിയർ ആയിട്ടുള്ള ആളുകളായിരിക്കും ഫോർവേഡ് കോൺട്രാക്റ്റിൽ എങ്കിൽ അൺനോൺ ആയിട്ടുള്ള ആളുകൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നതാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഫ്യൂച്ചേഴ്സിലെ പ്രൈസ് എന്ന് പറയുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും മാർക്കറ്റ് സിറ്റുവേഷൻസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. പക്ഷേ ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഒരു കാരണവശാലും കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫിക്സ് ചെയ്തിട്ടുള്ള പ്രൈസ് എന്താണോ ആ പ്രൈസ് മാറ്റാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഒന്നുകിൽ ബയർക്ക് ലാഭമായിരിക്കും അല്ലെങ്കിൽ സെല്ലർക്ക് ലാഭമായിരിക്കും. ആ വിധത്തിലാണ് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് സെറ്റിൽ ചെയ്യുന്നത് എന്ന് വരെയുള്ള കാര്യങ്ങളാണ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിൽ യൂസ് ചെയ്യുന്നതായിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് പറഞ്ഞു. അണ്ടർലൈയിങ് അസെറ്റ്, കോൺട്രാക്ട് സൈസ്, പ്രൈസ് കൊട്ടേഷൻ, ടിക്ക് സൈസ്, പ്രൈസ് ലിമിറ്റ്, പൊസിഷൻ ലിമിറ്റ്, സ്പോട്ട് പ്രൈസ്, ഫ്യൂച്ചേഴ്സ് പ്രൈസ്, എക്സ്പയറി ഡേറ്റ്, ബേസിസ് പ്രൈസ്, കോസ്റ്റ് ഓഫ് ക്യാരി, ഓപ്പൺ ഇൻട്രസ്റ്റ്, ലോങ് ആൻഡ് ഷോർട്ട് പൊസിഷൻസ് ആൻഡ് ഓപ്പൺ പൊസിഷൻസ്. ഇത്രയും ടേംസാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ സ്പെസിഫിക് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. അതിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഫ്യൂച്ചേഴ്സ്. ഏതെല്ലാം വിധത്തിലുള്ള ഫ്യൂച്ചറുകളാണ് ഇന്ത്യൻ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ്. കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് ആയിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ എക്സ്ചേഞ്ച് ട്രേഡഡ് കോൺട്രാക്ട് to buy or sell standardized physical commodities for delivery on a specified date at an agreed price. ഒരു നിശ്ചിത മൂല്യത്തിന് ഭാവിയിലുള്ള ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ഒരു സ്പെസിഫൈഡ് കമ്മോഡിറ്റി ഫിസിക്കലായിട്ട് ഡെലിവർ ചെയ്യാമെന്ന് എഗ്രി ചെയ്തുകൊണ്ട് രണ്ട് പാർട്ടീസ് തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു അഗ്രികൾച്ചറിസ്റ്റ് 6 മാസം കഴിയുമ്പോൾ അയാൾ 4 ചാക്ക് വീറ്റ് ഇന്ന പ്രൈസിന് ഇന്ന ആൾക്ക് ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് തരാം എന്ന് എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ഈസ് കൺസിഡറിങ് ആസ് എ ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ടൈപ്പിലുള്ള കമ്മോഡിറ്റിയുടെ ഫിസിക്കൽ ഡെലിവറി എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ബോണ്ടിൻ്റെ ഒക്കെ കാര്യത്തിൽ പറഞ്ഞു ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്, അതല്ലെങ്കിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് അണ്ടർടേക്ക് ചെയ്യുമ്പോൾ ഓൺലൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന വസ്തുക്കൾ പർച്ചേസ് ചെയ്യാം, അതല്ല വേണമെങ്കിൽ സെയിൽസ് നടത്താം. ദർ ഈസ് നോ ഫിസിക്കൽ ഡെലിവറി ഓഫ് സച്ച് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ്. പക്ഷേ കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നിർബന്ധമായിട്ടും ദർ ഷുഡ് ബി ദ ഫിസിക്കൽ ഡെലിവറി ഓഫ് ദ അണ്ടർലൈയിങ് അസെറ്റ്. അപ്പോൾ അതൊരു ഫ്യൂച്ചർ ഡേറ്റിന് ഒരു നിശ്ചിത പ്രൈസിന് ഒരു നിശ്ചിത സ്ഥലത്ത് വെച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് എഗ്രി ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ഈസ് കൺസിഡറിങ് ആസ് ദ കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ്. അതിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് വീറ്റ്, റൈസ്, കോഫി, ഷുഗർ, ടീ, പെപ്പർ, കോട്ടൺ, കോക്കനട്ട് എക്സെട്ര. പിന്നെ അതിന് പുറമെ ഗോൾഡ്, സിൽവർ, ബ്രോൺസ് എന്നൊക്കെ പറയുന്ന മെറ്റൽസും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതായിട്ടുള്ള ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നതാണ് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ്
എന്ന് പറയുന്നത് ഇപ്പോൾ റീസെൻ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഇറ്റ് ഈസ് സ്റ്റാൻഡർഡൈസ്ഡ് ആൻഡ് ലീഗലി എൻഫോഴ്സിബിൾ ഫോർവേഡ് കോൺട്രാക്റ്റ് traded in exchanges, then it is called financial futures. നമ്മൾ ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ കാര്യം പറഞ്ഞു. അതൊരു കാരണവശാലും എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സിൻ്റെ ക്ലാസിഫിക്കേഷനിലല്ല വരുന്നത്. പക്ഷേ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് ആണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ്സ് ആർ കോൾഡ് ബൈ ദ ടേം ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ്. സാധാരണ OTC ഡെറിവേറ്റീവ്സ് ആയിട്ടാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ ട്രാൻസാക്ഷൻസ് നടക്കുന്നത് എങ്കിൽ ഏതെങ്കിലും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് ആയിട്ടാണ് അണ്ടർടേക്ക് ചെയ്യുന്നത് എങ്കിൽ ആ ഡെറിവേറ്റീവ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. ട്രഷറി ബില്ല്, കൊമേഴ്സ്യൽ ബില്ലുകൾ, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്, ഇൻട്രസ്റ്റ് റേറ്റ് ഇൻഡെക്സ് തുടങ്ങിയിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിനെ വീണ്ടും 2 ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആദ്യം 2 ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞത്. ഫ്യൂച്ചേഴ്സിൻ്റെ 2 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. വൺ ഈസ് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദ ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ്. എക്സ്ചേഞ്ച് ട്രേഡഡ് ആയിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫ്യൂച്ചേഴ്സിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ ഉൾപ്പെടുത്തിയിട്ടുള്ളതിനെ വീണ്ടും നമുക്ക് 4 ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കറൻസി ഫ്യൂച്ചേഴ്സ്, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ്, മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ്, നാലാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്. അങ്ങനെ 4 ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് കറൻസി ഫ്യൂച്ചേഴ്സ്. Currency futures means the underlying asset will be the currency available in major centers like Chicago, London, Singapore, etc. ഈ പറയുന്ന സ്ഥലങ്ങളിലാണ് കറൻസി ഫ്യൂച്ചേഴ്സ് നേരത്തെ വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ സ്ഥലങ്ങളുടെ പേരുകൾ പറഞ്ഞിട്ടുള്ളത്. അണ്ടർലൈയിങ് അസറ്റ് എന്ന് പറയുന്നത് കറൻസിയാണ്. അപ്പോൾ ആ കറൻസി ഒരു രാജ്യത്തിൻ്റെ കറൻസി വേറെ രാജ്യത്തിൻ്റെ കറൻസി ആയിട്ട് അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളുടെ കറൻസികൾ ഹോം കറൻസി ആയിട്ട് കോൺട്രാക്ട് ചെയ്യുന്നതായിട്ടുള്ള മാർക്കറ്റുകളാണ് ഈ പറയുന്ന കറൻസി ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കാഗോ, ലണ്ടൻ, സിംഗപ്പൂർ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലാണ്. അവിടെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കറൻസികൾ എന്തൊക്കെയാണോ ആ കറൻസികൾ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് കറൻസി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ്. സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അണ്ടർലൈയിങ് അസറ്റ് നമുക്കറിയാം, ഇറ്റ് ഈസ് സ്റ്റോക്ക്. സ്റ്റോക്കിനെ അണ്ടർലൈയിങ് അസറ്റായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നതായിട്ടുള്ള ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളാണ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് 1882 കാൻസാസ് സിറ്റി ബോർഡ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നതാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് 1882 കാൻസാസ് സിറ്റി ബോർഡ് ഓഫ് ട്രേഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ ജൂൺ 12, 2000 സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സെലക്റ്റഡ് ഇന്ത്യൻ സെക്യൂരിറ്റീസിൽ NSE മാത്രമാണ് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് ട്രേഡ് ചെയ്യാനായിട്ട് സെബിയുടെ നിർദ്ദേശപ്രകാരം റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അതാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ്. ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അണ്ടർലൈയിങ് അസറ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ആൻഡ് ഇൻ ഇന്ത്യ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് വർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ജൂൺ 24, 2003. 2003 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. അത് ആദ്യമായിട്ട് വിൽപ്പന നടത്തിയിട്ടുള്ളത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്. NSE എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്
ആവശ്യം വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്കിലും അത് ആ സമയത്ത് ഒരു കാരണവശാലും സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് വീണ്ടും 2003 ഓഗസ്റ്റ് 13 റീലോഞ്ച് ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ ഇന്ത്യൻ മാർക്കറ്റിൽ സക്സസ്ഫുൾ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ദ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ആർ ദോസ് where the underlying asset are stock indices which as BSE, Sensex or Nifty. BSE അല്ലെങ്കിൽ NSE കൊടുക്കുന്ന പോയിന്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. BSEയുടെ ആണെങ്കിൽ സെൻസെക്സ് എന്ന് പറയും, NSEയുടെ ആണെങ്കിൽ നിഫ്റ്റി എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള പോയിന്റുകളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസ് അണ്ടർടേക്ക് ചെയ്യുന്നത് എങ്കിൽ അത്തരത്തിലുള്ള ഫ്യൂച്ചേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്. അങ്ങനെ 4 ക്ലാസിഫിക്കേഷൻസ് ആയിട്ടാണ് ഈ ഫ്യൂച്ചേഴ്സിനെ കറൻസി ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ ദി ഫോർവേഡ്സ് ആൻഡ് ഫ്യൂച്ചേഴ്സ്. ഇപ്പോൾ ഫോർവേഡുകൾ എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി ഇത് രണ്ടും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, എന്നാലും വീണ്ടും ഒന്നും കൂടി പറയുകയാണ്. ദി ഫ്യൂച്ചേഴ്സ് ആർ സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്ട്സ് whereas the forwards are customized contracts. ഇത് 2 പാർട്ടീസ് തമ്മിൽ അടുത്തറിയാവുന്നത് കൊണ്ട് അവർ ഫിക്സ് ചെയ്യുന്നതായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഫോർവേഡ് കോൺട്രാക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് കോൺട്രാക്റ്റുകളായിട്ടാണ് ഫ്യൂച്ചേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫ്യൂച്ചേഴ്സിനെ നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ് എന്ന് പറയും. അതേ സമയത്ത് ഫോർവേഡ്സിനെ ആണെങ്കിൽ നമ്മൾ പറയുന്നത് കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ്. ഇനി രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് ദ ഫ്യൂച്ചേഴ്സ് വാല്യുവേഷൻ ഓർ സെറ്റിൽമെൻറ്റ് ഓഫ് ദി കോൺട്രാക്റ്റ് ഈസ് ഡൺ ഓൺ ദി ഡെയിലി ബേസിസ് ഓർ ഓൺ ദി ബേസിസ് ഓഫ് ദി മാർക്കറ്റ് പ്രൈസ്. ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു, ഇന്നിപ്പോൾ ക്ലാസ് തുടങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞു, ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ പ്രൈസ് എന്ന് പറയുന്നത് ഡിസൈഡ് ചെയ്യുന്നത് മുൻകൂറായിട്ട് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു വാല്യൂ എഴുതിയിട്ടുണ്ടാവും എങ്കിൽ തന്നെയും ആ കോൺട്രാക്റ്റ് എന്നാണോ പെർഫോം ചെയ്യുന്നത് ആ പെർഫോം ചെയ്യുന്ന ഡേറ്റിന് മാർക്കറ്റിൽ നിലനിൽക്കുന്ന പ്രൈസ് എന്താണോ ആ പ്രൈസിന് അനുസൃതമായിട്ടാണ് കോൺട്രാക്റ്റിൻ്റെ സെറ്റിൽമെൻറ്റ് പ്രൈസ് എന്താണ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷേ അതേ സമയത്ത് ഫോർവേഡ് കോൺട്രാക്റ്റിൽ അങ്ങനെയല്ല. പ്രൈസ് ഈസ് ഓൾറെഡി ഫിക്സഡ് അറ്റ് ദി ടൈം ഓഫ് ക്രിയേറ്റിംഗ് ദി കോൺട്രാക്ട് ആൻഡ് whatever may be the change undertaken in that particular price in the market on the date of expiry of the contract, it will never taken to be consideration. അതായത് ഇപ്പോൾ പ്രൈസ് കൂടുകയായിക്കോട്ടെ കുറയുകയായിക്കോട്ടെ ഒരു കാരണവശാലും പ്രൈസിനെ ഒരു കാരണവശാലും മാറ്റാനായിട്ട് സാധിക്കാത്ത ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നതാണ് ഫോർവേഡ് കോൺട്രാക്റ്റ്. ഏതാണ് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ആ ഫിക്സ് ചെയ്തിട്ടുള്ള പ്രൈസിന് മാത്രമേ ട്രാൻസാക്ഷൻ അണ്ടർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് no margin is required in case of the forward contract, whereas in case of the future contract margin should be deposited which will be 5% to 10% of the face value mentioned as contract price. അതായത് ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഇനീഷ്യൽ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ആവശ്യമില്ല എന്നുള്ളത് ഇന്നലെ നമ്മൾ പറഞ്ഞു. അതേ സമയത്ത് ഫ്യൂച്ചർ കോൺട്രാക്റ്റിലാണെങ്കിൽ കോൺട്രാക്റ്റിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്ന അണ്ടർലൈയിങ് അസറ്റിൻ്റെ വാല്യൂ എന്താണോ അതിൻ്റെ 5% മുതൽ 10% വരെ വരുന്ന മാർജിൻ മണി എന്ന് പറയുന്നത് മുൻകൂറായിട്ട് റെമിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് അടുത്ത ഡിഫറൻസ്. ഇനി നാലാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് ദി ഫ്യൂച്ചേഴ്സ് ട്രാൻസാക്ഷൻ ഈസ് ഡൺ ത്രൂ എ ക്ലിയറിംഗ് ഹൗസ്, whereas in case of the forward contract it is only a bilateral agreement between the buyer and the seller. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മ്യൂച്വലി അറിയാവുന്ന 2 വ്യക്തികൾ തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബൈലാറ്ററൽ എഗ്രിമെൻറ്റ് എന്ന് പറയുന്നതാണ് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതേസമയത്ത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്
ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഒരു ക്ലിയറിംഗ് ഹൗസ് ഇൻ്റർമീഡിയറി ആയിട്ട് ഫങ്ഷൻ ചെയ്തിട്ടാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് പ്രൊസീഡ് ചെയ്യുന്നത്. ഇനി അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് ട്രേഡഡ് ഇൻ ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ചസ് ഇൻ കേസ് ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട്സ് whereas no traded transactions are undertaken in case of the forward contract. ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഒരു എക്സ്ചേഞ്ചിൽ കൂടിയല്ല മറിച്ച് ഫോണിൽ കൂടിയോ അതല്ലെങ്കിൽ ടെലിഗ്രാമിൽ കൂടിയോ ടെലക്സ് മെസ്സേജിൽ കൂടിയോ അല്ലെങ്കിൽ ഇമെയിലായിട്ടോ ഒക്കെയാണ് സാധാരണയായിട്ട് ഈ ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതേ സമയത്ത് എക്സ്ചേഞ്ച് ട്രേഡഡ് എന്ന് പറയുമ്പോൾ ഓർഗനൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ സഹായത്തോടു കൂടി ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള കോൺട്രാക്റ്റ് എന്ന് പറയുന്നതാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡിഫോൾട്ട് റിസ്ക് ഈസ് ഹയർ in case of the future contract whereas it is comparatively less in case of the future contract. ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഡിഫോൾട്ട് റിസ്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൗണ്ടർ പാർട്ടി റിസ്ക് എന്ന് പറയുന്നത് കമ്പാരറ്റീവ്ലി കൂടുതലാണ്. അതേ സമയത്ത് ഈ പറയുന്ന ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഡിഫോൾട്ട് റിസ്ക് അല്ലെങ്കിൽ കൗണ്ടർ പാർട്ടി റിസ്ക് എന്ന് പറയുന്നത് കമ്പാരറ്റീവ്ലി കുറവാണ്. കാരണം ഒരു സ്പെസിഫൈഡ് എമൗണ്ട് ഗ്യാരണ്ടി ഡിപ്പോസിറ്റ് ആയിട്ട് മുൻകൂറായിട്ട് വാങ്ങി വെക്കുന്നത് കൊണ്ട് അത് നഷ്ടപ്പെടാനായിട്ട് ആരും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് കോൺട്രാക്റ്റ് പ്രൊസീഡ് ചെയ്യാനായിട്ട് കൺസേൺഡ് പാർട്ടീസ് എല്ലായ്പ്പോഴും തയ്യാറാവും എന്നുള്ളത് കൊണ്ട് ഡിഫോൾട്ട് റിസ്ക് എന്ന് പറയുന്നത് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ കമ്പാരറ്റീവ്ലി വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിമറിറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഫോർവേഡ് കോൺട്രാക്ട്സ് ആർ ലെസ് ലിക്വിഡ് വെറാസ് ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ആർ മോർ ലിക്വിഡ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടി ട്രേഡ് ചെയ്യുന്നതായതുകൊണ്ട് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഫ്യൂച്ചർ കോൺട്രാക്റ്റിലാണ് ഫോർവേഡ് കോൺട്രാക്റ്റിലുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഉള്ളത്. ആൻഡ് നെക്സ്റ്റ് ഡിഫറൻസ് ഈസ് കോൺട്രാക്ട്സ് ആർ ജനറലി ക്ലോസ്ഡ് on the actual delivery and payment in case of the forward contract. ഫോർവേഡ് കോൺട്രാക്റ്റിൽ രണ്ട് കക്ഷികൾ മാത്രം അവർക്ക് പരസ്പരം എഗ്രി ചെയ്യാവുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ട് മറ്റുള്ള ആൾക്കാരെ ഒന്നും ബോധ്യപ്പെടുത്താതെ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള കോൺട്രാക്റ്റ് ആയതുകൊണ്ടാണ് അതിനെ ക്ലോസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതേസമയത്ത് ഫ്യൂച്ചേഴ്സിലാണെങ്കിൽ അങ്ങനെയല്ല. ബയർ ആൻഡ് സെല്ലേഴ്സ് നോർമലി റിവേഴ്സ് ഇൻ ദെയർ പൊസിഷൻസ് ആൻഡ് ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ആൻ ഓപ്പൺ കോൺട്രാക്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എഗ്രി ചെയ്തിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അതൊരു ഓപ്പൺ കോൺട്രാക്റ്റ് ആയിരിക്കും. കാരണം നമുക്കതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കോൺട്രാക്റ്റ് എഗ്രി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമല്ല അല്ലാത്ത ആൾക്കാർക്കും അറിയാനുള്ളൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് കമ്പാരറ്റീവ്ലി കൂടുതലുണ്ട്. ആൻഡ് ഫൈനലി ദി ഫോർവേഡ് കോൺട്രാക്റ്റ് ഈസ് settled at the period end whereas it is settled daily because it is undertaken through the stock exchanges. ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കോൺട്രാക്റ്റ് അതിൽ കാണിച്ചിട്ടുള്ള മെച്യൂരിറ്റി ഡേറ്റ് ഏതാണോ ആ മെച്യൂരിറ്റി ഡേറ്റിന് മാത്രമേ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതേസമയത്ത് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഫോർവേഡ് കോൺട്രാക്റ്റിൽ എപ്പോഴാണെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ക്ലോസ് ചെയ്യാം. കാരണം ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ദി സെക്യൂരിറ്റീസ് ആർ അണ്ടർടേക്കൺ ത്രൂ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രവൃത്തി സമയങ്ങളിൽ അതേപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ വരുന്ന ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് പർച്ചേസ് ചെയ്യാം, സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് സെയിൽസ് നടത്താനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ട്രേഡിംഗ് പ്രോസസ് അണ്ടർടേക്കൺ ഇൻ ഫ്യൂച്ചർ കോൺട്രാക്ട്. ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ ട്രേഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അണ്ടർടേക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് സെലക്ട് എ ബ്രോക്കറേജ് ഹൗസ് ഓർ എ ബ്രോക്കർ. നമ്മൾ നേരിട്ട് നടത്തുന്ന ട്രാൻസാക്ഷൻ അല്ല, ഒന്നുകിൽ ക്ലിയറിംഗ് ഹൗസ് വഴി അതല്ല എങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അണ്ടർടേക്ക് ചെയ്യേണ്ടുന്നത്. ദാറ്റ് ഈസ് വൈ ദ വെരി ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു സെലക്ട് എ ബ്രോക്കർ ഓർ എ ബ്രോക്കറേജ് ഹൗസ് ആൻഡ് ടു ഡീൽ വിത്ത് ദ ഫ്യൂച്ചർ ഇൻ രജിസ്റ്റേർഡ് വിത്ത് കമ്മോഡിറ്റി എക്സ്ചേഞ്ചസ്. നമ്മൾ ഏത് ഫ്യൂച്ചർ കോൺട്രാക്റ്റാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ ഫ്യൂച്ചർ കോൺട്രാക്റ്റിന് ഉചിതമായിട്ടുള്ള ഒരു ബ്രോക്കറെ അല്ലെങ്കിൽ ഒരു ബ്രോക്കറേജ് ഹൗസിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ട്രാൻസാക്ഷൻ പ്രൊസീഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ടുന്നത്.
And second one is opening a trading account. An account can be opened once the customer understand the financial risk and meet certain financial requirements. ഇപ്പം എ എന്ന് പറയുന്ന ഒരാളാണ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അപ്രോച്ച് ചെയ്തിട്ട് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ കമ്മോഡിറ്റി എന്താണ്, അതിൻ്റെ പ്രൈസ് എന്താണ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, മാർജിൻ ഉൾപ്പെടെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണ് എന്നുള്ളതൊക്കെ അയാൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്കത് സ്വീകാര്യമാണെങ്കിൽ എ ട്രേഡിംഗ് അക്കൗണ്ട് ഷുഡ് ബി ഓപ്പൺഡ് ഇൻ ദി നെയിം ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ. അതാണ് രണ്ടാമത് ചെയ്യേണ്ടുന്നത്. അയാൾക്ക് ട്രാൻസാക്ഷൻ നടത്താനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് അയാളുടെ പേരിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് തേർഡിലി ചൂസ് എ കമ്മോഡിറ്റി ഓർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ടു ട്രേഡ്. നമ്മൾ ഫ്യൂച്ചേഴ്സായിട്ട് എന്താണ് പർച്ചേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സെയിൽസ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ ഐറ്റം സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് 2 ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് ഫ്യൂച്ചേഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ്, ഒന്ന് ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ്. അതിൽ ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സിൻ്റെ 4 ക്ലാസിഫിക്കേഷൻസും പറഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ 5 ടൈപ്പിലുള്ള ഫ്യൂച്ചേഴ്സാണ് നിലനിൽക്കുന്നത്. അതിലേത് ഫ്യൂച്ചേഴ്സാണ് പർച്ചേസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് ഫ്യൂച്ചേഴ്സാണ് സെയിൽസ് നടത്തേണ്ടുന്നത് എന്ന് നമ്മൾ എഗ്രിമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. മൂന്നാമത്തെ സംഭവം. ഇനി നാലാമത് സ്റ്റഡി ഡിഫറൻറ്റ് കോൺട്രാക്ട്, ദി കോസ്റ്റ് ആൻഡ് ഗുഡ്സ്. നമ്മൾ ഒരു കോൺട്രാക്റ്റ് സെറ്റിൽ ചെയ്യുന്നതിന് മുമ്പ് ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടി അവൈലബിൾ ആയിട്ടുള്ള പല വിധത്തിലുള്ള കോൺട്രാക്റ്റുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ കോസ്റ്റ് എന്താണ്, അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അണ്ടർലൈയിങ് അസറ്റ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് അതിനെ കമ്പയർ ചെയ്തിട്ടായിരിക്കണം ഏത് ടൈപ്പിലുള്ള ഫ്യൂച്ചർ കോൺട്രാക്റ്റിലാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടുന്നത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടുന്നത്. ആൻഡ് നെക്സ്റ്റ് ഡെവലപ്പ് എ ട്രേഡിംഗ് സ്ട്രാറ്റജി. അവനവന് വോളാറ്റിലിറ്റി ഇൻ റിസ്ക്. നമ്മൾ പറഞ്ഞു പ്രൈസ് അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് നഷ്ടം സംഭവിക്കും. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാവാനുള്ള സാധ്യത എത്രയാണ്, നഷ്ടം സംഭവിക്കാനായിട്ട് ഉള്ള സാധ്യത എത്രയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റർക്ക് നിർബന്ധമായിട്ടും ബ്രോക്കർ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതിന് ശേഷമായിരിക്കണം അയാൾ ഏത് വിധത്തിലുള്ള ട്രാൻസാക്ഷനാണ് എൻ്റർ ചെയ്യേണ്ടുന്നത് എന്ന് ഡിസൈഡ് ചെയ്യേണ്ടുന്നത്. ഡെവലപ്പ് എ ട്രേഡിംഗ് സ്ട്രാറ്റജി. ആൻഡ് ഫൈനലി പർച്ചേസ് ദ ഫ്യൂച്ചർ കോൺട്രാക്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ സ്വീകാര്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അയാൾ ഡിസൈഡ് ചെയ്യുന്ന ഏത് ടൈപ്പിലുള്ള ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണെങ്കിലും പർച്ചേസ് ചെയ്യുക. കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സോ ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സോ, ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സിൽ വരുന്ന ക്ലാസിഫിക്കേഷനിൽ ഏത് വരുന്ന ഫ്യൂച്ചേഴ്സും ആണെങ്കിലും പർച്ചേസ് ചെയ്യുക. ദാറ്റ് ഈസ് ദ ട്രേഡിംഗ് പ്രോസസ് അണ്ടർടേക്കൺ ഇൻ കേസ് ഓഫ് ദി ഫ്യൂച്ചർ കോൺട്രാക്ട്. ബാക്കി താങ്ക് യു.